ബഹുമാനികളെ, ഇന്ന് 23-ാം രാവാണ്. റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട് രാവുകളാണ് ലൈലത്തുൽ ഖദർ കൂടുതൽ പ്രതീക്ഷിക്കപ്പെടേണ്ടത്. ഏത് ദിവസങ്ങളിലും ആവാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ 27-ാം രാവടങ്ങിയ ഒറ്റപ്പെട്ട രാവുകളാണ്. ഇന്ന് 23-ാം രാവാണ്. ഇനി ഒരു 25, 27, 29 ഒരു 3 ദിവസം മാത്രമേ നമുക്ക് ബാക്കി. വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, പരിശ്രമിക്കേണ്ട രാവുകളാണ്. മുമ്പ് ഒറ്റയിട്ട് രാവിലെ പറഞ്ഞ പോലെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞാലും പെരയിൽ പെട്ടെന്ന് പോയി കിടന്നുറങ്ങുക. ഇതൊക്കെയാണ് നമുക്കുണ്ടാവുള്ളൂ. മറ്റതൊക്കെ പതച്ച് പൊട്ടിപ്പോകും. മറ്റൊക്കെ കുമിളകളാണ്. അതൊക്കെ അങ്ങനാണ്ട് പൊട്ടിപ്പോകും. നിലക്കണത് മാത്രമേ ഉണ്ടാവൂ. അപ്പം അതിനു വേണ്ടി വല്ലതും നമ്മൾ യാത്രക്കാരാണ്. സാധനം കുറച്ച് ശേഖരിക്കണം. യാത്ര പോകുമ്പോൾ വിഭവങ്ങൾ ശേഖരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെട്ട സ്ഥലത്ത് പോയാൽ സാധനങ്ങൾ കയ്യിലില്ലെങ്കിൽ കുടുങ്ങും. ഏറ്റവും കൂടുതൽ കനം കൂടുന്ന ലഗേജ് തൂക്കാൻ പറ്റുന്ന രാവുകളാണ്. നമുക്ക് കുറച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അത് 33 തവണെങ്കിലും ഓതിയാൽ വലിയ നേട്ടം എന്താ വെച്ചാൽ മേലെ അറിയപ്പെടും. മേലെ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ലോകത്ത് നമ്മൾ അറിയപ്പെടും. നമ്മൾ VIP മലക്കുകളുടെ ലോകത്ത് എല്ലാ മലക്കുകളും പബ്ലിസിറ്റി. ആ കുല്ലുള്ളൻ്റെ ആള് എന്നറിയാം. പേരൊക്കെ നമ്മളെ പേരൊക്കെ അറിയാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സംഭവമുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിന്റെ തഫ്സീറിൽ തന്നെയാണ് എൻ്റെ ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അബൂദർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പണ്ട് ജിബ്രീൽ ഇസ്ലാം വരുന്നത്. അപ്പൊ ഈ മലക്ക് വരുന്നത് സഹാബാക്കൾ പെട്ടെന്ന് അറിഞ്ഞില്ലാന്ന് വരും. അവർ പെട്ടെന്ന് അറിയില്ല, കാണൂല മലക്ക് വരുന്നത്. ഈ സാസിലിരുന്നിട്ട് തന്നെ നമ്മളീ പറഞ്ഞ അറിയാത്ത ആൾക്കാരില്ലേ, നമ്മളെ കൂടെ ഇവർ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞറിയാത്ത ആളുകളില്ലേ. അങ്ങനെ നമുക്ക് പിന്നെ സഹാബാക്കളുടെ മലക്കുകളൊന്നും പോലെ അറിയില്ലാത്തപ്പോൾ അത്ഭുതമൊന്നുമില്ല. പിന്നെ അത് വേറെ ലോകത്തായപ്പോൾ അറിയില്ലല്ലോ. ആ മലക്കുകൾ ഇങ്ങനെ വരുന്ന ചിലപ്പം സഹാബാക്കൾ അറിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അബൂദർ അവിടെ ഇരിക്കും. അപ്പൊ ജിബ്രീൽ ഇസ്ലാം വന്നിട്ട് ജിബ്രീൽ ഇസ്ലാം മുത്തനബിയോട് അറിയാണ്, മുത്തനബിയെ അത് അബൂദർ യാ റസൂലല്ലാഹ്, ഇത് അബൂദറല്ലേ? ജിബ്രീൽ അള്ളാന്റെ റസൂൽ അത്ഭുതപ്പെട്ട് താരിഫോ നിങ്ങൾ അബൂദറിനെ അറിയോന്ന് വെച്ചു. കാരണം ജിബ്രീൽ ഇസ്ലാം വന്നിട്ട് ഒരു സഹാബിന്റെ പേരെടുത്തിട്ട് ഇത് അവരല്ലേ നോക്കുമ്പോൾ അത്ഭുതപ്പെടൂലേ, നിങ്ങൾ പോലെ അറിയോന്ന് വെച്ചു. അപ്പൊ ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, നിങ്ങളെ ഇടയിൽ അബൂദർ അറിയപ്പെട്ടതിനേക്കാൾ ഞങ്ങളെ ലോകത്ത് അബൂദർ പ്രസിദ്ധനാണ് യാ റസൂലല്ലാഹ്. നിങ്ങൾ ഈ മദീന പള്ളിയിലും മദീനത്തൊക്കെ ഈ ആളെ അറിയപ്പെടുന്നതിനേക്കാൾ ഞങ്ങൾ ആകാശ ലോകത്ത് മലക്കുകളുടെ ഇടയിൽ കാണാൻ പാടാണ് ഈ പടുത്തുകാരൻ. അപ്പൊ അള്ളാഹു ചോദിച്ചു, എന്താ മൂപ്പരെ ക്വാളിറ്റി എന്ന് വെച്ചു. അതിൽ കസറത്ത് ഹീ കുൽഹു അല്ലാഹു അഹദ്. മൂപ്പര് കുൽവല്ലന്റെ ആളാണ്. നമ്മൾ പറയല കുൽഫല്ല, അല്ല സാധാരണ അതിൽ കുൽഫല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുകയാണെങ്കിൽ മൂപ്പര് കുൽഫല്ലന്റെ ആള്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കുൽഫല്ല. അവിടെ പിടിച്ചാൽ മതി. ചിലർക്ക് ഓരോ കൊടുത്താൽ ആ പിടുത്തം വിടരുത്. ഇപ്പൊ ചില ആളുകൾ പള്ളിയിലും കിടയാൻ 2 റക്അത്ത് തയ്യത്ത് അതെങ്ങനെ നിസ്കരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടും. ചില ആളുകൾ ആരെ കണ്ടാലും പാവപ്പെട്ടവൻ എന്തെങ്കിലും സഹായിക്കാം, അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടും. ചില ആൾ ഓർത്ത് കഴിഞ്ഞാൽ ഉടനെ 2 റക്അത്ത്, അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടും. ചില ആളുകൾ ഫാത്തിഹന്റെ ആള്. എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും പിടുത്തം വിടാതെ ഉണ്ടാവും. പലതും ഉണ്ടാവണം കൂട്ടത്തിൽ. ഏതെങ്കിലും ഒക്കെ കുറച്ച് കാർക്കശ്യമായിട്ട് രക്ഷപ്പെടാം. ആ മുമ്പൊരു കുൽവല്ലന്റെ ആണ്. ഒരു സാവി ഉണ്ടായിരുന്നു. അവര് മസ്ജിൽ ഖുബൈലെ മൂപ്പര് എല്ലാ വക്കത്തിലും കുൽവല്ലാഹു നിസ്കാരം. വേറെ സൂറത്ത് ഓതിയാലും എന്തോന്നും ആൾക്കാരുടെ ഇടയിലായി പ്രശ്നമാവില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി. അള്ളാഹുവിന്റെ റസൂൽ ഇമാമിനെ വിളിച്ചു.
എന്താ ഈ ആൾക്കാരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണം? എല്ലാ റക്കാത്തിനും കുല്ലുവല്ലാഹ് സൂറത്തോ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ സംഭവം ഉണ്ടാവും. ഞാൻ എനിക്ക് പഠിച്ചിരുന്നു നിസ്കാരത്തിൽ എല്ലാ റക്കാത്തിനും കുല്ലുവല്ലാഹ് സാബിങ്ങനെ തരാം. ഇന്നി ഓടിപ്പോയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഓതി പോവാണ്. അതിൽ അള്ളാന്റെ ചോട് മാറ്റി ഒപ്പുക്കയ്യാഹലക്കൽ ജന്ന. അത്ര ഇഷ്ടപ്പ എനിക്ക് കൊല്ലുവല്ല. ഞാൻ മോനെ ആ ഇഷ്ടം ഉണ്ടല്ലോ, ആ ഇഷ്ടം കൊണ്ട് തന്നെ ഈ സ്വർഗത്ത് കടന്നിട്ടുണ്ട്. അത്ര വലിയ സൂറത്ത് ഒരു 33 വട്ടം ശരിക്കത് മനസ്സറിഞ്ഞിട്ടാണ്ട് ഓതിയിട്ട് ദ്വാരുന്നുണ്ടല്ലോ, നമ്മളീ അള്ളാന്റെ ഇജാബത്തിന്റെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. ഒരു തടസ്സം. ആ കബറ് കിടക്കുന്ന ആളുകൾക്കാണ്ട് ഹദി ചെയ്താല് അവർക്ക് ഭയങ്കര ആഘോഷമായിരുന്നു. കിട്ടിയാലുണ്ടല്ലോ നമ്മള് ഒരു 33 കോടിയൊന്നും കൊടുത്തതിന് പോലൊന്നുമില്ല, അതിൻ്റെ മേലായി അള്ളാഹു ചെറുപ്പക്കാരൻ ഇസ്ലാമത്തേക്ക്. കാരണം ഖബറിന്റെ അടിയിൽ കിടക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നൊരു ദ്വാ കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആള് ഒരു പുൽത്തൊമ്പിന് കുതിക്കും പോലെ കൊതിക്കുന്ന അവസ്ഥയിലാണ് ഖബറടി കിടക്കുന്നത്. അപ്പൊ ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഏതാനും ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടിയില്ലെങ്കിൽ തട്ടിപ്പോകുന്ന ഉറപ്പുള്ള ആ കുട്ടിക്ക് എത്രയാണോ 33 കോടിനോട് ആർത്തിയുള്ളത്, അതുപോലെ നമ്മളിൽ നിന്ന് പിരിഞ്ഞ ആൾക്കാർ മയ്യത്ത് ഖബർ കിടക്കുന്നത് നമ്മളിൽ നിന്നൊരു ബാധ്യത. അപ്പൊ അവരെ നമ്മൾ മറക്കുക. നമ്മൾ 33 കുൽഹുവല്ലാഹു ഓതി നിങ്ങൾക്ക് നേരം മുതന്നുള്ളതുകൊണ്ട് ഒരു 100 സലാത്തും വേണ്ടി നമുക്കൊരു ചെറിയ ദ്വാരം ഇൻഷാ അല്ലാഹ്. റെഡിയല്ലേ? അപ്പൊ 100 അസ്തഗ്ഫിറും 100 സലാത്തും 33 കുൽഹുവല്ലാഹ് ചുരുക്കണമെങ്കിൽ ചുരുക്കാം. അതൊക്കെ 33 ചാക്കണേ ആക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടുമല്ലേ? എന്നാ ഒന്ന് ആണ് പിടിച്ചു നോക്കുക എല്ലാവരും കൂടി ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, أستغفر الله العظيم، 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 أستغفر الله العظيم،
أستغفر الله العظيم 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 اللهم صل على سيدنا محمد وآله وصحبه وسلم 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 اللهم صل على سيدنا محمد وآله وصحبه وسلم
اللهم صل على سيدنا محمد وآله وصحبه وسلم. 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 اللهم صل على سيدنا محمد وآله وصحبه وسلم.
اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين، حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. لك الحمد يا الله على النعماء كلها، خاصة على جعلتنا من أمة محمد وعلى جماعتنا في هذا المجلس المعظم في هذه الليلة المباركة. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنعل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. اللهم صل على سيدنا محمد وأذهب غيظ قلبي وبجاه احفظ عقلي ولبي، فأنت الله ربي فنعم الرب ربي ونعم الحسب حسبي وعلى آله وصحبه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته إنك لا تخلف الميعاد. أرحم الراحمين يا الملك الجبار يا رحمن رحيم غفار تواب عليم عليم سميع بصير حكيم ودود رب العالمين. ഞങ്ങൾ പാവങ്ങളായ പാപികളായ രോഗികളായ ദോഷികളായ ബലഹീനരായ ആഖിറസമാനിലെ ചപ്പ് ചവറ് ചണ്ടികളായ ഞങ്ങൾ പരിശുദ്ധ റമളാനിന്റെ ഒടുക്കത്തെ 10-23 രാവിലെ പ്രതീക്ഷയുള്ള ഈ മുബാറക്കത്തായ ലൈലിൽ നിന്നിലേക്ക് ഇരുന്ന് ഇരക്കുന്നത് നീ കബൂലാക്കണേ അല്ലാഹ്. വന്നത് പറഞ്ഞത് കേട്ടത് സലാത്തിൽ പങ്കെടുത്തത് നിസ്കാരത്തിൽ ഹാളിറായത് ദുആയിൽ പങ്കെടുത്തത് സ്വലാത്ത് ചൊല്ലിയത് ദിക്ർ ഉരുവിട്ടത് അല്ലാഹുവേ ഞങ്ങൾ സംഭാവനയിൽ പങ്കാളികളായത് എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കോടികളായ ആളുകൾ അത് തന്നെ തമ്മാടികളെ ഇത്തരം വിലപ്പെട്ട രാവുകളിൽ നീ നിന്റെ മഹലായ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പാവങ്ങളായ അടിയങ്ങളെ നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പെടുത്തണേ അല്ലാഹ്.
ഞങ്ങൾ ചൊല്ലിയതിൻ്റെ ചെയ്തതിൻ്റെ സംഭാവന വാഗ്ദാനം ചെയ്തതിൻ്റെ സവാബുകൾ അത്രയും പ്രത്യേകിച്ച് സ്വലാത്തുകളുടെ ഖുർആനിൻ്റെ സൂറത്തുകളുടെ നിന്റെ അഹബ്ബായ തുയബായ ഉലകത്തിൻ്റെ മുത്തായ ഞങ്ങളുടെ ഷഫിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലെത്തിക്കണേ അല്ലാഹ്. നിന്റെ ഖലീലിലെത്തിക്കണേ അല്ലാഹ്. നിന്റെ കലീമിലെത്തിക്കണേ അല്ലാഹ്. റൂഹുല്ലാഹിലെത്തിക്കണേ അല്ലാഹ്. ശൈഖുൽ അംബിയായിലെത്തിക്കണേ അല്ലാഹ്. റബീഹുല്ലാഹിലെത്തിക്കണേ അല്ലാഹ്. അബൂന അബുൽ ബശറിലെത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഹവ്വാ ഉമ്മയിലെത്തിക്കണേ അല്ലാഹ്. ഹാജർ ഉമ്മയിലെത്തിക്കണേ അല്ലാഹ്. ആസിയ ഉമ്മയിലെത്തിക്കണേ അല്ലാഹ്. മറിയം ബീവിയിലെത്തിക്കണേ അല്ലാഹ്. ഈ മാസം വിട പറഞ്ഞ ഖദീജ ഉമ്മയിലെത്തിക്കണേ അല്ലാഹ്. ആയിഷ ഉമ്മയിലെത്തിക്കണേ അല്ലാഹ്. ഫാത്തിമത്തു സഹ്റ ബത്തൂലിലെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിശിഷ്യ ബദരീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ശരീരം തിരിച്ചറിയാതൊരു പിടി മാംസകൂമ്പാരങ്ങളായി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ അല്ലാഹുവേ ശുഹദാക്കളിൽ റഈസായ അസദുല്ലാഹി ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. കറുകറുത്ത കാപ്പിരിയായി കല്ലിന്റെ അടിയിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ മോചിപ്പിച്ച് കഅബത്തിന്റെ മട്ടുപ്പാവിൽ കയറി ചവിടിൽ കൈവച്ചുകൊണ്ട് ബാങ്കിന്റെ ഉദ്യോഗസ്ഥനായ മുത്ത് ഹബീബ് തെരഞ്ഞെടുത്ത സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. അൽ-അശറത്തുൽ മുബശ്ശറയിൽ എത്തിക്കണേ അല്ലാഹ്. സലാലയിൽ കിടക്കുന്ന മലയാളിയായ സ്വഹാബി താജുദ്ദീൻ തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനെ പാറപ്പള്ളിയിലും നിലാമുറ്റത്തും കാസർഗോഡും കൊടുങ്ങല്ലൂരിലും കോഴിക്കോടും കിടക്കുന്ന മഹാന്മാരായ സ്വഹാബാക്കളിൽ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ താബീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. തബഉ താബീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മഹാനരായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. റഈസു താബീൻ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. റഈസു ദുഹാദ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ എത്തിക്കണേ അല്ലാഹ്. 4 അഖ്താബിൽ എത്തിക്കണേ അല്ലാഹ്. വിശിഷ്യ ഖുത്ബുൽ അഖ്താബിൽ എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ആരിഫീനിൽ എത്തിക്കണേ അല്ലാഹ്. ഇബ്രാഹിം ദസൂഖിൽ എത്തിക്കണേ അല്ലാഹ്. അഹ്മദുൽ ബദവിയിൽ എത്തിക്കണേ അല്ലാഹ്. ഇമാം ഷാദുലി തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ഹിന്ദിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇമാം തൊബരി തങ്ങളടക്കമുള്ള മുഫസ്സിരീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഇമാം ബുഖാരി തങ്ങളടക്കമുള്ള മുഹദ്ദിഥീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഇമാം ഗസാലി തങ്ങളടക്കമുള്ള ഹുജ്ജത്തിൽ എത്തിക്കണേ, ഹുജജുകളിൽ എത്തിക്കണേ അല്ലാഹ്. മഹാന്മാരായ മുഅല്ലിഫീങ്ങൾ മുഴുവനിലും എത്തിക്കണേ അല്ലാഹ്. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവാവി റളിയല്ലാഹു അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. എല്ലാ ഫന്നിലും കിതാബ് എഴുതിയ മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദാവൂദുൽ ഹകീമുൽ മുത്തഫത്തിൽ എത്തിക്കണേ അല്ലാഹ്. ഇബ്രാഹിമുൽ ബദിൽ എത്തിക്കണേ അല്ലാഹ്. അബൂ താഹിറുൽ ഇർബദിൽ എത്തിക്കണേ അല്ലാഹ്. ഷാഹുൽ ഹമീദുൻ നാഹൂരിൽ എത്തിക്കണേ അല്ലാഹ്. തൃച്ചിയിലും മധുര പട്ടണത്തും കിടക്കുന്നവരിൽ എത്തിക്കണേ അല്ലാഹ്. ഖുതുബുസ്സമാനിൽ എത്തിക്കണേ അല്ലാഹ്. അബ്ദുറഹ്മാനുൽ ഐദുറൂസിൽ എത്തിക്കണേ അല്ലാഹ്. യാഹൂൻ തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. വരക്കൽ തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സയ്യിദ് ബാഫഖി തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്.
മഹാനായ പൂക്കോയ തങ്ങളിലെത്തിക്കണേ അല്ലാ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലെത്തിക്കണേ അല്ലാ. ഉമർ അലി ശിഹാബ് തങ്ങളിലെത്തിക്കണേ അല്ലാ. ഹൈദർ അലി ശിഹാബ് തങ്ങളിലെത്തിക്കണേ അല്ലാ. മറ്റ് മഹാന്മാരായ തങ്ങന്മാരിലെത്തിക്കണേ അല്ലാ. കാട്ടിലെ തങ്ങളിലെത്തിക്കണേ അല്ലാ. ഫഖ്റുൽ വജൂദ് തങ്ങന്മാരിലെത്തിക്കണേ അല്ലാ. ഹിബത്തുള്ള തങ്ങളിലെത്തിക്കണേ അല്ലാ. മറ്റ് സാദാതീങ്ങളിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മഹാന്മാരായ മഖ്ദൂമുമാരിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരിലെത്തിക്കണേ അല്ലാ. ആലുവ അബൂബക്കർ മുസ്ലിയാരിലെത്തിക്കണേ അല്ലാ. CM വലിയുള്ളായിലെത്തിക്കണേ അല്ലാ. വീരാമ്പാപ്പയിലെത്തിക്കണേ അല്ലാ. വീരാവലിയിലെത്തിക്കണേ അല്ലാ. കോയപ്പാപ്പയിലെത്തിക്കണേ അല്ലാ. പൂതിപ്പാപ്പയിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മറ്റ് മഹാന്മാരായ നിന്റെ ദിക്റിന്റെ ലഹരിയിൽ മസ്താന്മാരായി ദുനിയാവ് തൊലാക്ക് ചൊല്ലി വിടവാങ്ങിയ മുഴുവൻ മഹാന്മാരായ സക്രാന്മാരിലും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിലെത്തിക്കണേ അല്ലാ. ചെറുവാളൂർ ഉസ്താദിലെത്തിക്കണേ അല്ലാ. ഈ നാടിന് നാമധേയം നൽകിയ ഷെയ്ഖ് സിറാജുദ്ദീൻ തങ്ങളിലെത്തിക്കണേ അല്ലാ. അവരെ മുരീദ് വലിയുള്ളായി ശംസുലുലമയിലെത്തിക്കണേ അല്ലാ. ഇവിടെ ഖാദിയായ മരക്കാർ ഉസ്താദിലെത്തിക്കണേ അല്ലാ. ഇവിടെ നേരത്തെ സേവനം ചെയ്ത ഏതെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് അവരിലൊക്കെ എത്തിക്കണേ അല്ലാ. ഇവിടെ നിലവിൽ ഖാദിയായ മുഹമ്മദ് ബഹുമാനപ്പെട്ട ജമീൽ തങ്ങളുടെ പിതാമഹന്റെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന മഹാന്മാർ മഹദികളിൽ എത്തിക്കണേ അല്ലാ. അബ്ദുറഹ്മാനു നക്ഷബന്തിയെ പോലെ ചുറ്റുഭാഗങ്ങളിൽ കിടക്കുന്ന മഹാന്മാരിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നോക്കി വളർത്തിയ മാതാപിതാക്കൾ ഖബറുകളിലാണ്, അവരിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അയൽവാസികളിൽ പലരെയും കാണുന്നില്ല, ഖബറിലാണ്, അവരിലേക്ക് എത്തിക്കണേ അല്ലാ. കൂടെയുണ്ടായിരുന്ന പലരും മാറടിയുടെ ആഴിയിലാണ്, അവരിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിലേക്ക് ഈ രാവിൽ ഞങ്ങളിൽ നിന്ന് ഹദിയായി നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളിപ്പോൾ ഇവിടെ അന്നദാനത്തിന് വേണ്ടി പിരിച്ചപ്പോൾ എല്ലാവരും പങ്കെടുത്തു. പക്ഷേ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർക്ക് ഞങ്ങൾക്ക് പിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾ ചൊല്ലിയത് അവരിലേക്ക് നീ ഹദിയായി എത്തിക്കണേ അല്ലാ. ഹദിയായി എത്തിക്കണേ അല്ലാ. അവരിൽ ആരെങ്കിലും നേരിയ അദാബെങ്കിലും ഖബറിൽ നേരിടുന്നുവെങ്കിൽ നിന്റെ മഹലായ ഫള് കൊണ്ട്, മുത്തനബിയുടെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ പുണ്യം കൊണ്ട്, സദഖയുടെ ബർക്കത്ത് കൊണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ബർക്കത്ത് കൊണ്ട്, ദിക്റിന്റെ പവർ കൊണ്ട്, മാസത്തിന്റെ പോരിശ കൊണ്ട്, രാവിന്റെ പ്രത്യേകത കൊണ്ട്, മജ്ലിസിന്റെ ഉർമത്ത് കൊണ്ട് അവരെ ഖബറിൽ നിന്ന് അദാബ് നീ ഒഴിവാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. വെട്ടം സൃഷ്ടിക്കണേ അല്ലാ. ഇരുട്ട് അകറ്റണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കണേ അല്ലാ. ഖബർ ഇടുക്കല്ലേ അല്ലാ. തേള് പാമ്പുകളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. പുഴുക്കൾക്ക് അവരെ മാംസം തിന്നാൻ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ഖബറിൽ നീ സുഖസന്തോഷ വിശ്രമത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പാവങ്ങളാണ്, അതിലേറെ പാപികളാണ്, രോഗികളാണ്, ബലഹീനരാണ്, കയ്യിലൊന്നുമില്ല. നീ യജമാനനാണ്, വെള്ളം തരുന്ന റബ്ബാണ്, ഓക്സിജൻ തരുന്ന റബ്ബാണ്. പക്ഷേ അതെല്ലാം അനുഭവിച്ച് നിനക്കെതിരെ തിന്മകളുടെ കുന്നുകൾ കൂട്ടിവെച്ചവരാണ്. അല്ലാ ഞങ്ങളെ എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാ. പൊറുക്കണേ അല്ലാ. പൊറുക്കണേ അല്ലാ. തെറ്റുകൾ നന്മകളായി പരിവർത്തിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ തെറ്റുകളില്ലാത്ത തഖ്വയുള്ള ജീവിതം നൽകണേ അല്ലാ. കൽബുകൾ നീ നന്നാക്കി തരണേ അല്ലാ. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഇർസ്, ഉജ്ബ്, അദാവത്ത്, ശഹവത്ത്, വിദ്അത്ത്, ഖവാത്തിർ എന്തെല്ലാം റൂഹിയായ രോഗങ്ങളാണോ, പാവങ്ങളായ ഞങ്ങളായ എല്ലാ രോഗങ്ങളിൽ നിന്നും നീ അങ്ങ് സലാമത്താക്കി തരണേ അല്ലാ.
നീ മുഖല്ലിബുൽ ഖുലൂബല്ലേ, നീ മുത്തഹിറുൽ ഖുലൂബല്ലേ. ഞങ്ങൾക്ക് നന്നായി ജീവിച്ച് നന്നായി മരിക്കാൻ ആഗ്രഹമുണ്ട്. അല്ലാ, തെറ്റുകൾ ചെയ്യുന്നത് നരകം പ്രശ്നമല്ലാത്തത് കൊണ്ടോ നിന്നെ ധിക്കരിച്ചത് കൊണ്ടോ അല്ല, അതൊക്കെ സാഹചര്യം കൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാ, നീ കൊലയാളികളെ ഔലിയാക്കളാക്കിയവനല്ലേ, വ്യഭിചാരികളെ മഹാന്മാരാക്കിയവനല്ലേ. ഞങ്ങളെ ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ രണ്ട് ലോകത്തും നീ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ നാനാഭാഗങ്ങളിലും ശത്രുക്കൾ പല്ലിളിക്കുകയാണ്. നാടിനെ കുട്ടിച്ചോറാക്കാൻ മറ്റൊരു വിഭാഗം കാത്തിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. എല്ലാത്തിൻ്റെയും മധ്യേ ഇരുട്ടിൽ നിറഞ്ഞവരാ പാവങ്ങളല്ലാ. വർഗീയ ചിത്രത ശക്തികളിൽ നിന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ പടച്ചവനെ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷപാത്രം എടുത്തുകൊണ്ട് നടക്കുകയാണ് അല്ലാ. വലിയ വീട്ടിൽ കഴിഞ്ഞിരുന്നവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, ഭക്ഷണം കൊടുത്തവരെ നഷ്ടപ്പെട്ടു. പാത്രം പിടിച്ചുകൊണ്ട് ശവങ്ങൾക്കിടയിലൂടെ കഞ്ഞിക്ക് വേണ്ടി നടക്കുന്ന ഓമന മക്കളെ സലാമത്താക്കണേ അല്ലാ. അവരെ കൊല്ലുന്നതിൽ അഭിമാനം തോന്നുന്നവരെ പരാജയപ്പെടുത്തണേ അല്ലാ. പോരാളികൾക്ക് ശക്തി പകരണേ അല്ലാ. ഫലസ്തീന്റെ രോധനത്തിന് പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതിനിന്റെ ത്വാഅത്തിലാക്കി തരണേ അല്ലാ, ദഅവത്തിലാക്കി തരണേ അല്ലാ, ഖുദ്മത്തിലാക്കി തരണേ അല്ലാ. തുമാനീനത്തുള്ള ഖൽബ് നൽകണേ അല്ലാ. ഹലാലായ മാല് നൽകണേ അല്ലാ, ഹലാലായ മാല് നൽകണേ അല്ലാ. നല്ല സംരംഭങ്ങളിൽ കൊടുക്കാൻ, പാവങ്ങൾക്ക് വീട് വെക്കാൻ, പാവങ്ങളെ രോഗികളെ നോക്കാൻ ഞങ്ങൾക്ക് ഹലാലായ മാല് തുറന്നു തരണേ അല്ലാ. ഹറാമായ മാലിൽ നിന്ന് കാക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കൃഷിയിടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. തൊഴിലുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഖിദ്മത്തുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മണിക്കൂറുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സംസാരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമീപനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അയൽവാസികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കടലിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കരയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നാട്ടിൽ ബർക്കത്ത് നൽകണേ അല്ലാ. റോഡുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കൂട്ടുകുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. സ്ട്രോക്ക് കൊണ്ട് കട്ടിലിൽ കിടത്തല്ല അല്ലാ. മാരണത്തിൽ പെടുത്തി തളർത്തിക്കളയല്ലേ അല്ലാ. മാരക രോഗങ്ങൾക്ക് വിട്ടുകൊടുക്കല്ലേ അല്ലാ. മാറാവ്യാധികളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കടത്തിൽ കൊടുക്കല്ല അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കല്യാണത്തിന് പ്രായമായവർക്ക് ഉചിതരായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഊരവേദന, കാലുവേദന, മുട്ടുവേദന, തലവേദന, കണ്ണുവേദന, മൂക്ക് വേദന, ചകിട് വേദന, വയറുവേദന, മറ്റെല്ലാ കണുപ്പുകളിലും വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളുണ്ട്. ശിവയാക്കണേ അല്ലാ. മരുന്നുകൾ ഫലപ്രദമാക്കണേ അല്ലാ. ഈ രോധനം നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. ഈ രാവിലെ ഞങ്ങൾ അംഗീകരിക്കണേ അല്ലാ. അനുകൂലമാക്കണേ അല്ലാ. റമദാൻ അനുകൂലമാക്കണേ അല്ലാ. പ്രതികൂലമായ പരാജയ പട്ടികയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين
اللهم اجعل نصيحتنا وأقوالنا نصيحتنا قولا مؤثرة في قلوبنا في قلوب السامعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم وآله وصحبه أجمعين. سبحان ربك. صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا ربي صل عليه وسلم. ഈ സലാത്തിന്റെ തവാബ് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഭക്ഷണത്തിലേക്കുള്ള ഇറച്ചി, മല്ലി, മസാല ഒക്കെ നൽകിയ മഹാന്മാരായ മുഅ്മിനീങ്ങൾ, നേരത്തെ അരിച്ചാക്ക നൽകിയ ആളുകളുണ്ട്. എല്ലാവരുടെയും സദഖ അല്ലാഹു ജാരിയ സദഖയായി സ്വീകരിക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم اغسلني من الذنوب وطهرني من العيوب وامتحن قلبي للتقوى يا مقيل أثرات المذنبين. السلام عليكم.